SFI നേതാവ് ഐഷി ഘോഷ് പങ്കെടുക്കേണ്ട പരിപാടിക്ക് അനുമതി നിഷേധിച്ച കണ്ണൂർ സർവകലാശാല. പാലയാട് ക്യാമ്പസ് യൂണിയന്റെ ഷീ ഫെസ്റ്റിനാണ് VC അനുമതി നിഷേധിച്ചത്. പരിപാടി നടത്താൻ നിശ്ചയിച്ച സെമിനാർ ഹാൾ അനുവദിക്കില്ല എന്നാണ് ക്യാമ്പസ് ഡയറക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. VCയുടെയോ രജിസ്ട്രാറുടെയോ മുൻകൂർ അനുമതി വേണമെന്നും ഡയറക്ടർ പറയുന്നുണ്ട്. അതേസമയം VCയെ വെല്ലുവിളിച്ച് പരിപാടി നടത്താൻ തയ്യാറെടുക്കുകയാണ് SFI. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെയെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് പോകുമോ കാര്യങ്ങൾ? ഐഷി ഖുറേഷിയുടെ പരിപാടി നടത്തേണ്ട എന്ന ഐഷി ഘോഷിന്റെ പരിപാടി നടത്തേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് അവിടെ ഡയറക്ടർ എത്തുന്നത്. പക്ഷേ പരിപാടിക്ക് അനുമതി നിഷേധിച്ചതിൽ വലിയ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത അവിടെയുണ്ട്. അർജുൻ, അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ വഷളാകുമോ? വിദ്യാർത്ഥികൾ ആ പരിപാടി നടത്തുമെന്ന് ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ SFI ആണ് ഈ വിദ്യാർത്ഥി യൂണിയന് നേതൃത്വം നൽകുന്നത്. SFI ഇപ്പോൾ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. VCയോ അല്ലെങ്കിൽ സർവകലാശാലയുടെ അധികൃതരോ അനുമതി നിഷേധിക്കുകയാണെങ്കിലും ഈ പരിപാടി മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കും എന്നുള്ളതാണ് SFI നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഈ പരിപാടി എന്ന് പറയുന്നത് അവിടെയുള്ള പാലയാട് ക്യാമ്പസിലെ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിലാണ് ഷീ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. മസ്തൂരി എന്ന പേരിലാണ് ഷീ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ജന്തർ മന്ദറിൽ സമാനതകളില്ലാത്ത ഡൽഹിയിൽ നടന്നിട്ടുള്ള ജൻസികളുടെ പോരാട്ടത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഐഷി ഘോഷ് ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് നിശ്ചയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ സർവകലാശാലയുടെ ഈ ക്യാമ്പസ് ഡയറക്ടർക്ക് അനുമതി അല്ലെങ്കിൽ അപേക്ഷ നൽകിയതുമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ രാത്രിയിലാണ് ഒരു മറുപടി ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി യൂണിയന്റെ നേതാക്കളെല്ലാം വ്യക്തമാക്കുന്നത്. അതിൽ പറയുന്നത് ഈ സെമിനാർ ഹാൾ അനുവദിക്കണമെങ്കിൽ സർവകലാശാല ഡയറക്ടറുടെയോ അതുപോലെ തന്നെ വൈസ് ചാൻസലറുടെയോ മുൻകൂർ അനുമതി ലഭിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു അനുമതി ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ഈ പരിപാടിക്ക് സെമിനാർ ഹാൾ അനുവദിക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെയാണ് സർവകലാശാലയിൽ നിന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം എന്നാണ് ക്യാമ്പസ് ഡയറക്ടർ ഈ വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഐഷി ഘോഷിന്റെ പരിപാടി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഐഷി ഘോഷിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സർവകലാശാല വൈസ് ചാൻസലർ ഇത്തരം ഒരു വളഞ്ഞ വഴി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് SFI നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും SFIയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കുന്നത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും വിദ്യാർത്ഥി യൂണിയൻ നിശ്ചയിച്ചത് പ്രകാരമുള്ള പരിപാടി ഈ പാലയാട് ക്യാമ്പസിൽ നടത്തും എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണുള്ളത്. എന്നാൽ അതേസമയം സർവകലാശാല ഈ പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെമിനാർ ഹാൾ അനുമതി നൽകിയിട്ടില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു അനുനയ ചർച്ചയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും കൂടിക്കാഴ്ചയൊക്കെ നടത്തി ഈ സർവകലാശാലയിലെ സെമിനാർ ഹാൾ അനുവദിച്ച് നൽകുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നടത്തും, പരിപാടി നിശ്ചയിച്ച പ്രകാരം തന്നെ നടത്തും എന്നുള്ള ഉറച്ച നിലപാടിലാണ്. ശരി, അങ്ങനെ VCയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് SFI. അർജുൻ കല്യാടാണ് വിശദ വിവരങ്ങൾ നൽകിയത്.